എന്താ മോളെ? എന്താ അമ്മ ഇത് നോക്ക്. അതെന്താ? ഇത് മദ്യത്തിന്റെ കുപ്പിയല്ലേ? എന്തായാലും ഇവിടെ കൊണ്ടുവച്ചത്. ഓ, ഇതായിരുന്ന കാര്യം. അമ്മ അമ്മ പറഞ്ഞ് വിളിച്ചപ്പോഴേ ഞാൻ വേറെന്തോ ആണ് വിചാരിച്ചു. ഇതിപ്പോ അവനല്ലാണ്ട് വേറെ ആരാ നിങ്ങളുടെ റൂമിൽ കൊണ്ട് വെക്കുക? ഏട്ടനോ? അതിനേട്ടൻ കുടിക്കില്ലല്ലോ. കുടിക്കില്ലത്രേ. അവൻ കുടിക്കില്ല, കമഴ്ത്തുന്നത്. നല്ല ആളും. അമ്മ എന്തൊക്കെയാ പറയണത്? ഏട്ടനെ കുറിച്ച് തന്നെയാണോ? പെണ്ണാണോ വരുമ്പോഴും കല്യാണം നിശ്ചയിച്ചപ്പോഴേക്കേ കുടിക്കില്ല വലിക്കില്ല എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. അത് ശരി, അവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നോ? ഏട്ടൻ മാത്രമല്ല അമ്മ അങ്ങനെ തന്നെയാണല്ലോ പറഞ്ഞത്. ഏട്ടൻ ഒരു ദൂഷ്യയിലും ഇല്ലെന്ന് ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്ന. എനിക്കതൊന്നും ഓർമ്മയേ ഇല്ല ഏട്ടാ, സത്യം പറഞ്ഞ. അല്ലെങ്കിൽ ഇപ്പം കള്ളു കുടിക്കാത്തതായിട്ട് ആരാ ഉള്ളത്? നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമല്ലേ ആയിട്ടുള്ളൂ. അവൻ ഇത്രയും ദിവസത്തിനിടയ്ക്ക് കള്ളു കുടിച്ചിവിടെ വല്ല പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടാ? അല്ലെങ്കിൽ അവൻ കുടിച്ചു കഴിഞ്ഞാലേ ഈ റോഡിൽ കിടക്കുന്ന ആളൊന്നും അല്ല. ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരു കുപ്പി അങ്ങോട്ട് കൊണ്ടുവരും. അതിപ്പോൾ ഒരാഴ്ചയൊക്കെ എടുത്തിട്ടേ തീർക്കില്ലേ. അല്ലെങ്കിൽ കള്ളു കുടിക്കാത്തതായിട്ട് ഏത് ചെക്കന്മാരാ ഉള്ളത്? എല്ലാവരും കുടിക്കും, അല്ലാത്തവര് ആണേ അല്ല എന്നാ തോന്നുന്നത്. അത് ശരി, അപ്പൊ രണ്ടാളും കൂടി എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു അല്ലേ? അല്ലെങ്കിലും ഇതൊക്കെ ഒരു പറ്റിക്കലാ? എൻ്റെ മോളെ 1000 കള്ളത്തരം പറഞ്ഞിട്ട് ഒരു കല്യാണം നടത്താന്നൊക്കെ കേട്ടിട്ടില്ലേ? അല്ലെങ്കിലും അവൻ കള്ളു കുടിച്ച് ഇങ്ങനെ വലിയ പ്രശ്നം ഉണ്ടാക്കണമെന്നൊന്നും അല്ല. നിനക്ക് എന്ത് ദോഷമടി വന്നത്? രാവിലെ തന്നെ ഓരോന്ന് പറയിപ്പിക്കാൻ നിൽക്കല്ലേ. എന്നിട്ട് വാ അവിടെ. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. തേങ്ങയൊന്നും ആയിട്ടില്ലേ? അതെ, എന്താ ഇത്? അത് ക്ലബ് ഹൗസ് അല്ലേ, വൈറ്റ് റം. എന്താടി? എന്താടീന്നോ? കല്യാണത്തിന് മുമ്പ് നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ 1000 തവണ ചോദിച്ചില്ലേ കുടിക്കോന്ന്. അപ്പൊ ഇല്ല ഇല്ല പറഞ്ഞിട്ട് എനിക്ക് തീരെ ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിച്ചത്. എടോ, അത് വലിയ കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ ഈ കാലത്ത് ഇപ്പൊ ആരാണ് കള്ളു കുടിക്കാത്തത്? സത്യം പറഞ്ഞാൽ 2 അടിക്കാത്ത ചെക്കന്മാർക്ക് പെണ്ണേ കിട്ടുന്നില്ല. പെൺകുട്ടികളൊക്കെ മാറി. നീ അത് അവിടെ കൊണ്ട് വെക്കി പോ. അങ്ങനത്തെ പല പെൺകുട്ടികളുണ്ടാകും. ആ കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കൂട്ടാൻ നിൽക്കണ്ട. അച്ഛൻ കുടിച്ചിട്ടാണ് ഞങ്ങളുടെ കുടുംബം തന്നെ നശിച്ചത്. അതുകൊണ്ട് ഈ സാധനം കാണുമ്പോൾ തന്നെ എനിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നറിയോ. എന്തായാലും ഞാൻ പെട്ടുപോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷെ ഇനി മേലെ നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ. കൊള്ളാലോ. കല്യാണം കഴിഞ്ഞിട്ട് 2 ദിവസമായി പറഞ്ഞിട്ട് മിണ്ടാതിരിക്കുമ്പോഴേക്കും നീ തലയിൽ കയറാൻ നിൽക്കല്ലേ. ആ കുടിച്ചു പോയിട്ടുണ്ടെങ്കിലോ നീ അത് ഭീഷണിപ്പെടുത്തുക? അയ്യോ മോളെ, നീ ഞാൻ കുറേ കാലമായി കുടിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ കുടിച്ചിട്ട് എവിടെയും പോയി അലമ്പൊന്നും ഉണ്ടാക്കില്ലല്ലോ. എടി, ഞാൻ കുടിച്ചത് ഒരാൾ പോലും അറിയില്ല. ആഴ്ചക്ക് ഒരു കുപ്പി അത് ഞാൻ കുടിക്കും. നീ എന്താ ചെയ്യാൻ പറ്റുക ചെയ്. പിന്നെ കല്യാണം കഴിച്ച് 2 ദിവസം നമ്മളീ ഭരിക്കുന്നത് തന്നെ. ഈ ഒരു വർത്താനം കല്യാണത്തിന് മുമ്പ് പറഞ്ഞതാണെങ്കിലേ ഞാൻ ഈ പരിപാടിക്ക് നിൽക്കില്ലായിരുന്നു. അല്ല, ഇത് കൂടാണ്ട് വേറെ എന്തെങ്കിലും ദൂഷ്യയിലും ഉണ്ടോ നിങ്ങൾക്ക്? ഇനിയിപ്പം മറച്ചു വെച്ചിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും കല്യാണം കഴിഞ്ഞില്ലേ. ചെറുതായിട്ട് ഈ ഒരു സാധനം എടുത്തിട്ട് ഇതുകൂടി ഉണ്ട്, വലിക്കില്ല. അല്ലേ? എന്തൊക്കെ അവർക്ക് അറിയണം. തുഷിയില് മുക്കിക്കയറ്റും കയറ്റിയൊക്കെയായിരുന്നു. അപ്പൊ അമ്മയും മോനും കൂടി എൻ്റെ ജീവിതം തൊലയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുക അല്ലേ? നമുക്ക് രണ്ടിനുള്ള പണി എന്താന്ന് എനിക്കറിയാം. കുട്ടനാടൻ കായലിലെ കിട്ടുവെള്ളം തൊഴിയുമ്പോൾ പാട്ടൊന്ന് പാടടിക്കുയിലേ. അന്തിക്കൂടം കാതെ ഞാൻ നീളം കള്ളു കുടിക്കുമ്പോൾ പഴം കഥ പറയടിക്കുയിലേ. പ്ലീസാ, ഇതെല്ലാം ഞാൻ അടിക്കുന്നത്. എന്നിട്ട് തരിപ്പായിട്ട് വേറെ സാധനം വാങ്ങിച്ച അങ്ങനെ വരാൻ. തീര 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 ചെറു തീര തൊള്ളം, തീര 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 മറ തീര തൊള്ളം, ചെറുകരയാളം മറുകരയാളം.
ചെയ്യണമെന്നോ? അമ്മയ്ക്ക് എന്താ കണ്ണ് കാണുന്നില്ലേ? അല്ല, ഒരു 60 ഒഴിക്കട്ടെ? 60 എനിക്ക് ഒഴിക്കാനോ? എടി, നീ എന്താടി ചെയ്തുകൊണ്ടിരിക്കണത്? ഒരു പെണ്ണ് വീട്ടിലിരുന്ന് കള്ളു കുടിക്കേ? ഒരു കുടുംബം മുടിയും വേറെ എന്തെങ്കിലും വേണം ഇനി? ആണുങ്ങൾ കുടിച്ചാ എന്താ കുടുംബം മൂടിയില്ലേ? അല്ല, മാൻ കുടിക്കണത് ഭയങ്കര അന്തസ്സായിട്ട് പറഞ്ഞ് നടന്നാണല്ലോ. ഞാൻ കുടിച്ചത് എന്താ തെറ്റ്? അല്ല, ഇതില് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അല്ലാണ്ട് പെണ്ണിന് കുടിക്കാൻ പറ്റില്ല എന്ന് എഴുതിയിട്ടില്ലല്ലോ. ഉണ്ടാ? ദൈവമേ, ആ കുപ്പി മുഴുവനും തീർത്താ പെണ്ണിന് തരിപ്പായിന്നാ തോന്നുന്നത്. എടാ ചെക്ക, മായം തുറന്ന് നിൽക്കാണ്ടേ അവളുടെ അടുത്ത് എന്തെങ്കിലും പറയേ. അല്ലേ മകനെന്ത് പറയാനാ? ഇനിയിപ്പോ ഒറ്റയ്ക്ക് അടിക്കണ്ടല്ലോ. വന്നിരിക്കേ. അയ്യോ, അത് തീർന്നു പോയല്ലോ. ആ കട്ടിലിന്റെ താഴെ ഒന്നുകൂടെ ഉണ്ട്, വേഗം എടുത്തിട്ടോ. എന്റെ ദൈവമേ, ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കണത്? എന്നെ കൊണ്ട് ഇതൊന്നും കാണാൻ വയ്യേ. കാലികാലം നല്ലോണ്ട് എന്താ പറയാ? അന്ന് അവൻ കുടിച്ചതിന് നീ എന്തൊക്കെ പൂലാടി ഉണ്ടാക്കിയത്? ഇപ്പൊ ഒരു കുപ്പി മുഴുവൻ ഇരുന്ന് തീർത്തിട്ട് ഒരു കൂസലില്ലാണ്ട് ഇരിക്കവള്. നിക്കടി, നിന്റെ വീട്ടിലേക്ക് ഞാൻ പറയുന്നുണ്ട്. അയ്യോ, അമ്മ നമ്മുടെ വയലിന് എത്തിക്കില്ലാന്ന് തോന്നാ. കേട്ടോനെ, വയ കുപ്പി എടുത്തിട്ട് വാ, വന്ന് ഇരിക്കി, ജോയിൻ ചെയ്യേ. നല്ല മഴ. നീ തീർന്നടി, നീ തീർന്ന്. അയ്യോ, എന്റെ മോൻ ഭയങ്കര ദേഷ്യത്തിനാണല്ലോ. എല്ലാം നീ ഒറ്റ ഒരുത്തി കാണണല്ലേ വരുത്തി വെച്ചത്. സ്വയം അങ്ങോട്ട് അനുഭവിച്ചോ? വിളിക്കുന്നുണ്ട്, ഒന്ന് പോ അവിടെ. വാടി വാ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? വന്നിട്ട് കഥ കടക്കി. എന്റെ ചെക്കൻ ആ പെണ്ണിന് തല്ലിക്കൊല്ലാണ്ടിരുന്നാ മതിയായിരുന്നു. എനിക്കൊന്നും കാണാൻ വയ്യേ. നല്ല അടിച്ചില്ല അവൻ. സാരമില്ലടി മോളെ, ഒരു കുടുംബം ആകുമ്പോഴേ പല പ്രശ്നങ്ങളും ഉണ്ടാകും. നമ്മൾ പെണ്ണുങ്ങളല്ലേ കണ്ടില്ല കേട്ടില്ല വെച്ച് നടക്കേണ്ടത്. എന്നാലേ നല്ലൊരു കുടുംബ ജീവിതം കിട്ടുള്ളൂ. നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ചെക്കനെ കൊണ്ട് എന്താണ് നിനക്ക് ഇത്ര ദേഷ്യം? ഒന്ന് പറയുമ്പോഴേക്കും രണ്ടിനും കൈവയ്ക്കാൻ നിൽക്കുക. മോനെ, അവ ഇത്രയും നേരം നിനക്ക് കിട്ടിയതല്ലേ? പെണ്ണിന് എടീ, എന്താടി നീ എന്താ എന്റെ മോനെ ചെയ്തത്? ഒരു കുടുംബം ആവുമ്പോ അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാകും. മോനോട് ഒന്ന് കണ്ടില്ല കേട്ടില്ല അവன்ட்டு അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ.